കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi all, welcome to IGNO Focus 5.0. IGNO previous year question paper ഒരു ultimate analysis ആണ് ഈ ഒരു whole session. So in this session we are discussing BA Political Science paper BAPC 108. So ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ഗൈഡ് ലൈൻസ് ആണ് നമ്മുടെ ലേണേഴ്സിനെ ഡിസംബർ ടിയിലോട്ടേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ട് ഒഫീഷ്യൽ സിലബസും അതോടൊപ്പം തന്നെ പാസ്റ്റ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു അനാലിസിസിന്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഒബിയസ്ലി സിലബസ് മാപ്പിംഗ് ആണ്. ബ്ലോക്ക് വൈസ് ആയിട്ട് യൂണിറ്റ് ആൻഡ് സബ് ടോപ്പിക്സ് കീ ടോപ്പിക്സ് ആക്കിയിട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കീ ഫീച്ചർ എന്ന് പറയുന്നത് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. ഡിഫറെന്റ് ഫോമാറ്റിൽ നമുക്ക് എക്സാം ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റഡ് ആണ്. സോ ഇതിന്റെ മാർക്ക് ട്രെൻഡും ആൻസറിനും നമ്മൾ ഏതൊരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് അഡ്രസ് ചെയ്യണമെന്നും ഒരു തറോ അനാലിസിസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി റെക്കറിംഗ് ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ ഡിസംബർ ടിയിലോട്ടേക്ക് സം പ്രോബബിലിറ്റി ആയിട്ടുള്ള നമ്മൾ കുറച്ച് ടോപ്പിക്സ് പ്രെഡിക്റ്റും കൂടെ ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം തന്നെ. ആൻഡ് ഈ ഒരു സെഷന്റെ എൻഡിൽ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇഗ്നോയുടെ തന്നെ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ മിറർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റ് ആണ് ഈ ഒരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ. ഇതിന്റെ മോഡൽ ആൻസറും മാർക്കിംഗ് സ്കീമും നമ്മുടെ ലേൺവൈസ് ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും നിങ്ങൾ അത് ചെക്ക് ചെയ്യണം. സോ നമുക്ക് സിലബസ് മാപ്പിംഗ് നോക്കുകയാണെങ്കിൽ സം ടോപ്പിക്സിനെ നമ്മൾ ഹൈ റെലവെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഹൈ ടു ലോ. സോ ഈ ഹൈ റെലവൻസ് എന്ന് പറയുന്നത് 10 ടൈംസോളം പ്രീവിയസ് ഇയർ അപ്പിയർ ചെയ്തിട്ടുള്ള കോർ ടോപ്പിക്സ് ആണ്. മീഡിയം എന്ന് പറയുമ്പോൾ ഒരു 5 to 9 അപ്പിയറൻസസ് നമുക്ക് പാസ്റ്റ് ഇയേഴ്സിൽ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ലോ റെലവൻസ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 5 അപ്പിയറൻസസ് ആണ്. യെറ്റ് അത് ഇമ്പോർട്ടന്റ് ആണ്. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്കിന് നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ട് ഒരു ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതിനകത്ത് ബ്ലോക്ക് 5 വെരി ഇമ്പോർട്ടന്റ് ആണ്, ഫോളോഡ് ബൈ ബ്ലോക്ക് 1, ബ്ലോക്ക് 4 ആൻഡ് ബ്ലോക്ക് 3 ആൻഡ് ബ്ലോക്ക് 2. ഒരു തിമാറ്റിക് റെപ്രസെന്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്ലോക്ക് 1-ലുള്ള യൂണിറ്റ് 3, 4 അതുപോലെ തന്നെ 1 ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് 7 ബ്ലോക്ക് 5-ലെ യൂണിറ്റ് 8, 7, 10 ഇതെല്ലാം തന്നെ മച്ച് ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ട് ഒരു ഡീറ്റെയിൽഡ് മാപ്പിംഗ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്ക് പബ്ലിക് പോളിസി, അതിനകത്തുള്ള കീ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡെഫിനിഷൻ, നേച്ചർ, സിഗ്നിഫിക്കൻസ് ആൻഡ് ടൈപ്സ് 12 ടൈം അപ്പിയർ ആണ്, ഹൈ റെലവെന്റ് ആണ്. സെക്കൻഡ് ടോപ്പിക് ആണ് മോഡൽസ്, സിസ്റ്റംസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ, റാഷണൽ, ഇൻക്രിമെന്റൽ, എലീറ്റ്, പബ്ലിക് ചോയ്സസ് 8 ടൈംസ് അപ്പിയർഡ് ആണ്, മീഡിയം കാറ്റഗറി ആണ്. ലാസ്റ്റ്ലി പോളിസി ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ സ്റ്റേജസ് 10 ടൈംസ് അപ്പിയർഡ് ആണ്, ഹൈ കാറ്റഗറി ആണ്. സെക്കൻഡ് ബ്ലോക്ക് ഡീസെൻട്രലൈസേഷൻ, പഞ്ചായത്ത് രാജ്, 73rd and 74th amendments, urban local governance 12 ടൈംസ് അപ്പിയർഡ് ആണ്, ഹൈ കാറ്റഗറി ആണ്. തേർഡ് ബ്ലോക്ക് ബഡ്ജറ്റ്, കോൺസെപ്റ്റ്, സിഗ്നിഫിക്കൻസ്, ബഡ്ജറ്ററി പ്രോസസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ റോൾസ്, ബഡ്ജറ്റിംഗ് ടൈപ്സ്, സീറോ ബേസ്ഡ് പെർഫോമൻസ്, ജെൻഡർ, PPBBS 7 ടൈംസ് അപ്പിയർഡ് ആണ്, മീഡിയം കാറ്റഗറി ആണ്. ഫോർത്ത് ബ്ലോക്ക് സിറ്റിസൺ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇന്റർഫെയർസ്, പബ്ലിക് സർവീസ് ഡെലിവറി ആൻഡ് ഗ്രീവൻസ് റിഡ്രസൽ 6 ടൈംസ് അപ്പിയർഡ് ആണ്, സോ മീഡിയം കാറ്റഗറി ആണ്. 8 RTI, ലോക്പാൽ, സിറ്റിസൺ ചാർട്ടർ, ഗവേണൻസ് 9 ടൈംസ് അപ്പിയർഡ് ആണ്, മീഡിയം കാറ്റഗറി ആണ്. ഫിഫ്ത്ത് ബ്ലോക്ക് കോൺസെപ്റ്റ് ആൻഡ് അപ്രോച്ചസ് ടു സോഷ്യൽ വെൽഫെയർ 11 ടൈംസ് അപ്പിയർഡ് ആണ്, ഹൈ കാറ്റഗറി ആണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അതുപോലെ ഹെൽത്ത് പോളിസി ആൻഡ് നാഷണൽ ഹെൽത്ത് മിഷൻസ് രണ്ടും തന്നെ 10 ടൈംസ് അപ്പിയർഡ് ആണ്, ഹൈ കാറ്റഗറി. ഫുഡ് പോളിസി ആൻഡ് റൈറ്റ് ടു ഫുഡ് സെക്യൂരിറ്റി 8 ടൈംസ് അപ്പിയർഡ് ആണ്, മീഡിയം കാറ്റഗറി. എംപ്ലോയ്മെന്റ് പോളിസീസ്, NGNREGA, PMKY പോലത്തെ പോളിസീസ് 7 ടൈംസ് അപ്പിയർഡ് ആണ്, മീഡിയം കാറ്റഗറി. എൻവയോൺമെന്റ് പോളിസീസ് NEP 2006 അതിന്റെ ചാലഞ്ചസും 11 ടൈംസ് അപ്പിയർഡ് ആണ്, ഹൈ കാറ്റഗറി ആണ്. സോ നമ്മൾ 22 തൊട്ട് 25 ജൂൺ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് അനലൈസ് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഹൈ ഈൽഡ് ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് കുറച്ച് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ പബ്ലിക് പോളിസി ആണ്. അതിന്റെ നേച്ചർ, സിഗ്നിഫിക്കൻസ്, സ്റ്റേജസ് യൂണിറ്റ് 1 തൊട്ട് 3 വരെയിൽ പറയുന്ന ഒരു കോർ ടോപ്പിക്സ് ആണ്, വെരി ഇമ്പോർട്ടന്റ്. സെക്കൻഡ് സോഷ്യൽ വെൽഫെയർ ആൻഡ് സെക്ടറൽ പോളിസീസ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റഡ് എസ്സേസ് നമുക്ക് എക്സ്പെക്റ്റഡ് ആണ്. ഡീസെൻട്രലൈസേഷനും പഞ്ചായത്ത് രാജും യൂണിറ്റ് 4-ലുള്ള. ഇനി നമുക്ക് എക്സാം പാറ്റേൺ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പേപ്പറിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഫോമാറ്റ് ഉണ്ട്. ഫസ്റ്റ് വൺ എസ്സേ ടൈപ്പ് ആണ്. 20 മാർക്സിന് ഒരു 4 to 5 പേപ്പർ ആണ് 22 തൊട്ട് 25 വരെ ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ അപ്പിയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, 400 വേർഡ്സ്. ഷോർട്ട് നോട്ട്സ് 10 മാർക്സിനാണ്, 2 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റഡ് ആണ്, 200 to 250 വേർഡ്.
thematic analytical അല്ലെങ്കിൽ commentary type of question 20 മാർക്സിന് 400 words. Comparative descriptive explanations type questions 20 മാർക്സിന് 400 words. So analytical type of essays അതെങ്ങനെ എഴുതണം 20 മാർക്സിനാണ് 400 words. സോ അതാണ് നമ്മൾ ഒരു കീവേഡ് ആയിട്ട് വെക്കേണ്ടത് 20 മാർക്സ് 400 words. അതിനകത്ത് നമ്മൾ ആ ഒരു കീ ടോപ്പിക്കിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, അതിനൊരു ഒരു ബോഡി പാർട്ട് ഉണ്ടാവും, അതിനകത്ത് തന്നെ ഫീച്ചേഴ്സും സം സ്റ്റേജസും ഒക്കെ നമ്മൾ എഴുതണം, അതോടൊപ്പം ഇതിന്റെ ഒരു കൺക്ലൂഷനും. ഇങ്ങനെ സ്ട്രാറ്റജിക് ആയിട്ട് തന്നെ ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ അഡ്രസ് ചെയ്യണം. സെക്കൻഡ് വൺ ഷോർട്ട് നോട്ട്സ് ആണ്. 2 ഷോർട്ട് നോട്ട്സ് എക്സ്പെക്റ്റഡ് ആണ്, 10 മാർക്സിനാണ്. ഇതിനും ഒരു കൺസെപ്ച്വൽ ക്ലാരിറ്റി നമുക്ക് നിർബന്ധമായിട്ടും വേണം, കൺസൈസ് ആയിട്ട് എഴുതാൻ പറ്റും 200 to 250 വേർഡ്സിനകത്ത്. കോമൻട്രി ടൈപ്പ് ക്വസ്റ്റ്യൻസ് 20 മാർക്സിന് തന്നെയാണ്. ഇതിന്റെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നതും നേരത്തെ നമ്മൾ എസ്സേ ടൈപ്പിൽ പറഞ്ഞ പോലെ തന്നെയാണ്. അതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, അതിന്റെ കീ ഫീച്ചേഴ്സ്, ബുള്ളറ്റിൻ പോയിന്റ്സ് ഒക്കെ ആയിട്ട് 20 മാർക്സിൽ സബ് ഹെഡിങ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എഴുതാം. മോഡൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സം കീ ടോപ്പിക്സുകളുണ്ട്, റാഷണൽ, ഇൻക്രിമെന്റൽ, പബ്ലിക് ചോയ്സസ്, ഇതുപോലത്തെ ടോപ്പിക്സിനകത്താണ് ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഫോമാറ്റ് നമ്മൾ കണ്ടുവരുന്നത്. നെക്സ്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. പബ്ലിക് പോളിസി ബ്ലോക്ക് 1 22 ആണ് ഒരു ആവറേജ് മാർക്ക് എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസേഷൻ 12 ആണ്. ബഡ്ജറ്റ് 15 ആണ്. സിറ്റിസൺ അഡ്മിനിസ്ട്രേഷൻ ഇന്റർഫേസ് 18 ആണ്. സോഷ്യൽ വെൽഫെയർ ആൻഡ് സെക്ടറൽ പോളിസീസ് 33 മാർക്സ്, 33% വെയിറ്റേജ് ഉണ്ട് ആ ഒരു പെർട്ടിക്കുലർ ബ്ലോക്കിൽ നിന്ന്. നെക്സ്റ്റ് നമ്മൾ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഫോമാറ്റിന്റെ ഒരു ട്രെൻഡ് വിഷ്വലൈസ് ചെയ്യാണ്. ഫ്രം 22 തൊട്ട് ജൂൺ 25 വരെ എസ്സേ ടൈപ്പ് ചെറിയൊരു സ്ലോ ചെറിയൊരു ഡിപ്പ് കാണാൻ പറ്റുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് നമ്മൾ ഷോർട്ട് നോട്ട്സ് എടുക്കുകയാണെങ്കിൽ അതിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്, അതുപോലെ കമ്പാരറ്റീവിന്റെ എണ്ണം കുറച്ച് കൂടിയിട്ടുണ്ട്. ഷോർട്ട് നോട്ട്സ് 20 നിന്നും 30% കൂടിയിട്ടുണ്ട്. അതുപോലെ ബ്ലോക്ക് 5 നിന്നുള്ള കീ ടോപ്പിക്സുകളാണ് അധികം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിനെങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുള്ളതാണ്. എസ്സേസ് 20 മാർക്സിനാണ്. ഒരു 130 മിനിറ്റ്സ് അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം നമ്മൾ. ഇൻട്രോ, ബോഡി, കൺക്ലൂഷൻ ആ ഒരു റേഷ്യോയിൽ വേണം നമ്മൾ എഴുതാൻ. നെക്സ്റ്റ് ഷോർട്ട് നോട്ട്സ് ആണ്. രണ്ട് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ടഡ് ആണ്. 20% വെയിറ്റേജ് ഉണ്ട്, ഒരു 40 മിനിറ്റ്സ്. ആൻഡ് അതർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് 10 മിനിറ്റ്സ് കൂടെ കൊടുക്കാം. ഇതാണ് നമ്മൾ എക്സാം എഴുതാനുള്ള ഒരു ടൈം മാനേജ്മെന്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി അല്ലെങ്കിൽ PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാനാകും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നെക്സ്റ്റ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള സം റെക്കറന്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP 2020 ആൻഡ് അതിന്റെ ഫീച്ചേഴ്സും ഇഷ്യൂസും ഹൈലൈറ്റ് ചെയ്യണം. 5 ടൈംസ് അപ്പിയർഡ് ആണ് ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഡിസ്കസ് ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്റ് ലൈൻ ഇൻ ഇന്ത്യ വിത്ത് റെഫറൻസ് ടു ടൈപ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് 5 ടൈംസ് അപ്പിയർഡ് ആണ്. അനലൈസ് ദ നാഷണൽ ഹെൽത്ത് പോളിസി ഓഫ് 2017 and or the major initiative of National Health Mission NHM ന്റെ 4 ടൈംസ് അപ്പിയർ ആണ്. Examine environment policy in India with reference to NEP 2006 and key challenges 4 ടൈംസ് അപ്പിയർഡ് ആണ്. Discuss employment policy and MG Narega including recent initiative or activities covered 4 ടൈംസ് അപ്പിയർഡ് ആണ്. Describe the various stages in the public policy processes and analysis 3 ടൈംസ് അപ്പിയർഡ് ആണ്. Explain the concept of social welfare and major social welfare policies 3 ടൈംസ് അപ്പിയർഡ് ആണ്. 8th question, discuss the structure, functioning and challenges of municipalities or urban local bodies 3 ടൈംസ് അപ്പിയർഡ് ആണ്. 9th, discuss the importance and features of e-governance in India 3 ടൈംസ് അപ്പിയർഡ് ആണ്. Examine the 73rd constitutional amendment and the status role of panchayat ഇതും 2 ടൈംസ് അപ്പിയർഡ് ആണ്. ഇനി നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ട് ഫ്രീക്വൻസി ടേബിൾ നോക്കുകയാണെങ്കിൽ എത്രത്തോളം ഏതൊക്കെ ടോപ്പിക്സ് അതിന്റെ ഫ്രീക്വൻസി ബേസ്ഡ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. So, budget and budget line. Question, 5 ടൈംസ് അപ്പിയർഡ് ആണ്. 16 ആണ് ആവറേജ് മാർക്ക്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP of 2020 5 ടൈംസ് അപ്പിയർഡ് ആണ്. 16 ആണ് ആവറേജ് സ്കോർ. ഹെൽത്ത് പോളിസി ഓഫ് 2017 4 ടൈംസ് അപ്പിയർഡ് ആണ്. 17 ആണ് ആവറേജ് സ്കോർ അറൌണ്ട്. എൻവയോൺമെന്റൽ പോളിസി അതുപോലെ തന്നെ NEP 2006 4 ടൈംസ് അപ്പിയർഡ് ആണ്. 15 ആണ് ആവറേജ് സ്കോർ. എംപ്ലോയ്മെന്റ് പോളിസീസും MG Narega സ്കീമും 4 ടൈംസ് അപ്പിയർഡ് ആണ്. 12 ആണ് ആവറേജ് സ്കോർ. സ്റ്റേജസ് ഇൻ ദ പോളിസി പ്രോസസ്സസ് ഇത് 3 തവണ ചോദിച്ചിട്ടുണ്ട്. 20 ആണ് ആവറേജ് സ്കോർ. കോൺസെപ്റ്റ് ആൻഡ് പോളിസീസ് ഓഫ് സോഷ്യൽ വെൽഫെയർ, മുനിസിപ്പാലിറ്റീസ് ആൻഡ് urban ലോക്കൽ ഗവർണൻസ്, e-governance ആൻഡ് ഇമ്പോർട്ടൻസ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് 3 ടൈംസ് അപ്പിയർഡ് ആണ്. 20 ആണ് ആവറേജ് സ്കോർ. നെക്സ്റ്റ് 73rd അമെന്റ്മെന്റ് ആൻഡ് പഞ്ചായത്ത് 2 തവണ ചോദിച്ചിട്ടുണ്ട്. 20 ആണ് ആവറേജ് സ്കോർ.
സോ നമ്മൾ ഇതിനെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. ടൈം നന്നായിട്ട് മനസ്സിലാക്കണം, അതാണ് ഒരു കീവേഡ്. അതുപോലെ തന്നെ അതിന്റെ ആ ഒരു വേർഡ് സ്ട്രക്ചർ ഉണ്ടല്ലോ, അതും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. സോ 5 minutes ഒരു ഔട്ട്ലൈൻ എടുത്ത് ഒരു 12 to 15 മിനിറ്റ്സിനുള്ളിൽ 20 മാർക്ക് പാറ്റേൺസ് നമ്മൾ എഴുതി തീർക്കാം. 10 മാർക്ക് ക്വസ്റ്റ്യൻസിന് അതുപോലെ തന്നെ ഒരു 7 minutes ഒക്കെ എടുത്തിട്ട് എഴുതി തീർക്കാം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ട്വൈസ് എങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ടീച്ച് ബാക്ക് മെത്തേഡിലൂടെ. സോ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒത്തിരി പെർസെന്റേജോളം സാധ്യതയുണ്ട്, ഫ്രം 22 to 25 വരെ. ആൻഡ് അതർ ക്വസ്റ്റ്യൻസ് 37 ചാൻസേ ഉള്ളൂ. സോ മോർ ദാൻ 50 ചാൻസസ് ഈ റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നമ്മൾ അവിടെ സ്ട്രെസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം സ്കോർ ഈ ഒരു പെർട്ടിക്കുലർ പേപ്പറിൽ നമുക്ക് കിട്ടും. നമ്മൾ ഈ ഡിസംബറിലോട്ടേക്ക് സം പ്രിഡിക്റ്റീവ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് ടോപ്പിക്സ് നോക്കുകയാണ്. ബ്ലോക്ക് വൈസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ കീ ടോപ്പിക്സിൽ ഡെഫിനിഷൻ ആൻഡ് നേച്ചർ ഓഫ് സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് പോളിസി, പോളിസി മോഡൽസ് മീഡിയം കാറ്റഗറിയാണ്. സ്റ്റേജസ് ഇൻ പോളിസി പ്രോസസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഹൈ കാറ്റഗറിയാണ്. ഡീസെൻട്രലൈസേഷൻ 73rd and 74th അമെന്റ്മെന്റ് പഞ്ചായത്ത് രാജ് ആക്ട് ഹൈ കാറ്റഗറി പെടുന്നതാണ്. തേർഡ് ബഡ്ജറ്റ്, കോൺസെപ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ബഡ്ജറ്റ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ റോൾസ്, ടൈപ്സ് ഓഫ് ബഡ്ജറ്റിംഗ്, ZBB, പെർഫോമൻസ്, ജെൻഡർ ബേസ്ഡ് മീഡിയം കാറ്റഗറി ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. നെക്സ്റ്റ് ഫോർത്ത് ബ്ലോക്കിൽ നിന്നും പബ്ലിക് സർവീസ് ഡെലിവറി, ഗ്രീവിയൻസ് റിഡ്രസൽ മീഡിയം കാറ്റഗറിയാണ്. ഇ ഗവേണൻസ്, RTI, ലോക്പാൽ, സിറ്റിസൺ ചാർട്ടർ ഹൈ കാറ്റഗറിയാണ്. സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ, കോൺസെപ്റ്റ് ആൻഡ് പോളിസീസ് ഓഫ് സോഷ്യൽ വെൽഫെയർ മീഡിയം കാറ്റഗറിയാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് 220 ഹൈ കാറ്റഗറിയാണ്. ഹെൽത്ത് പോളിസി ഓഫ് 2017 ഹൈ കാറ്റഗറിയാണ്. ഫുഡ് പോളിസി ആൻഡ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്, എംപ്ലോയ്മെന്റ് പോളിസി ആൻഡ് MGNREGA മീഡിയം കാറ്റഗറിയാണ്. എൻവയോൺമെന്റ് പോളിസി ഹൈ കാറ്റഗറിയാണ്. ഇനി പ്രയോറിറ്റി ലിസ്റ്റിൽ ഹൈ പ്രയോറിറ്റി ലിസ്റ്റ് കൊടുത്തിരിക്കുന്ന സം ടോപ്പിക് ആണ് EP 220. 3 തവണ അല്ലെങ്കിൽ ഒരു 3 ലെയർ ഔട്ട്ലൈൻ ആയിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ആൻസർ സെറ്റ് തന്നെ ഒന്ന് ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കണം, അതിന്റെ ബാക്ക്ഗ്രൗണ്ടും ഫീച്ചേഴ്സും ക്രിട്ടിക്കൽ ഇൻസൈറ്റും ഒക്കെ വെച്ചിട്ട്. നെക്സ്റ്റ് പോളിസി പ്രോസസ് സ്റ്റേജ് ആണ്. ഇ ഗവേണൻസ് ആൻഡ് RTI, എൻവയോൺമെന്റ് പോളിസീസ്, ഹെൽത്ത് പോളിസി, NHM ഹൈ പ്രയോറിറ്റി ഉള്ള കീ ടോപ്പിക്സ് ആണ്. മീഡിയം പ്രയോറിറ്റി ഉള്ള ടോപ്പിക്സ് ആണ് ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്റ് ലൈനിങ്, സോഷ്യൽ വെൽഫെയറും എംപ്ലോയ്മെന്റ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി. ലോ പ്രയോറിറ്റി ഉള്ള ടോപ്പിക്സ് ആണ് സിറ്റിസൺ ഇന്റർഫേസ്, പബ്ലിക് പോളിസി, ബേസിക്സ്. നെക്സ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻസ് പേപ്പർ ആണ്. 3 hours ആണ്. മാക്സിമം സ്കോർ 100 ആണ്. നിങ്ങൾ എന്തായാലും ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. Answer any 5 questions above 400 words each by selecting at least 2 questions from each section. All question carries equal marks. So section 1 first question. What do you understand by public policy? Discuss its nature and significance for contemporary governance in India. Highlighting how public policy differ from routine administrative decisions. So subtopic ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. സോ ഹെഡിങ് ഒക്കെ ഇട്ടിട്ട് ആ ഒരു കീ സ്ട്രക്ചർ ഫോളോ ചെയ്തിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. Next, explain public policy process in India by describing the major stages from problem identification to policy evaluation. Illustrate your answer with suitable examples from recent policies or programs. Third one, critically examine the contribution of decentralization to democratic governance in India. In your answer, discuss the role of rural and urban local bodies in planning and service delivery after the constitutional amendment on local self-governance. Fourth one, define a government budget and discuss its importance for public administration. Analyze the major institutions involved in the budgetary process at the union level and briefly comment on how different types of budgeting influence resource allocations. And section 2, fifth question, discuss the role of citizen administration interface in improving public service delivery in India. In your answer, examine how mechanisms such as public service delivery legislation, grievance redressal system, and e-governance platforms seek to enhance accountability. Sixth, explain the concept and major approaches to social welfare. How do these approaches shape policies for disadvantaged and marginalized groups in India? Substantiate your answer with relevant policy illustrations. Seventh one, examine the salient features and priorities of National Education Policy of 2020. How does it seek to address issues of equity, quality, and governance in the education system? Eighth one, analyze the evolution of health policy in India with special reference to the most recent National Health Policy and the National Health Mission. Discuss key objectives and strategies aimed at achieving universal and affordable healthcare. So, ഇതാണ് നമ്മുടെ ഒരു മോക്ക് പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. അതിന്റെ ആൻസേഴ്സ് മാർക്കിംഗ് സ്ട്രക്ചറും നമ്മുടെ ലേൺവേസിന്റെ ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്യണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.